സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഭാഗമായി തലസ്ഥാനത്ത് കുത്തിപ്പൊളിച്ചിട്ട റോഡുകളിൽ ഒന്ന് ഗതാഗതത്തിനായി തുറന്നു നൽകി. സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡാണ് പണി ഭാഗികമായി കഴിഞ്ഞതിനെ തുടർന്ന് തുറന്നു നൽകിയത്. അതേസമയം പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. 4 മാസത്തോളം അടച്ചിട്ടിരുന്ന റോഡാണ് വീണ്ടും തുറന്നു നൽകിയത്. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വ്യാപാരികളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ മധുരവിതരണവും ഉണ്ടായിരുന്നു. സ്മാർട്ടാകുന്ന 13 റോഡുകളിൽ 5ാമത്തെ റോഡാണിത്. പദ്ധതി പ്രകാരമുള്ള മനോഹരമായ നടപ്പാതയുടെയും ലൈറ്റുകളുടെയും സൈക്കിൾ വേയുടെയും നിർമ്മാണ പ്രവർത്തികൾ കൂടി ബാക്കിയുണ്ട്. ഇതെല്ലാം പൂർത്തീകരിച്ചിട്ട് റോഡ് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു മാസക്കാലം വീണ്ടും വൈകും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് വ്യാപാരി സമൂഹത്തിനെയാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുമുണ്ട്, സർക്കാരിനുമുണ്ട്. 4 മാസമായി കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത സ്ഥലത്ത് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും സംതൃപ്തരാണ്. വളരെ സന്തോഷമുണ്ട്. 4.5 മാസമായിട്ട് ഭയങ്കര പ്രയാസത്തിലായിരുന്നു. പൊടിയും കച്ചവടം കുറവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ശ്വാസം വിടുന്നത്. ഈ മാസ്ക് ഇറക്കി ശ്വാസം വിടുന്നത് ഇപ്പോഴാണ്. നടപ്പാതയും ഓട നിർമ്മാണം അടക്കമുള്ള ജോലികൾ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് റോഡ് ഫണ്ട് ബോർഡ് അറിയിക്കുന്നത്. 5 മാസത്തോളം നീണ്ട കഷ്ടതകൾക്ക് ഒടുവിലറുതി. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാന റോഡുകളിലൊന്നായ സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ റോഡ് വീണ്ടും തുറന്നു നൽകിയിരിക്കുന്നു. വ്യാപാരികളും നാട്ടുകാരും ഹാപ്പി. ശേഷിക്കുന്ന പണികൾ കൂടി ഉടൻ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷ. വീഡിയോ ജേർണലിസ്റ്റ് ഗോപനോടൊപ്പം റിപ്പോർട്ടർ ആഷിൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.